ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആണ്. അതായത് അയണിനെ എങ്ങനെയാണ് നമ്മൾ ബൾക്ക് എമൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുക. കാരണം നമുക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അയൺ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അയണിനെ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് അയണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് അയണിൻ്റെ മിനറൽസ്, എർത്ത് ക്രസ്റ്റിൽ നിന്ന് അയണിനെ ഏതൊക്കെ ഫോമിൽ നമുക്ക് കിട്ടും, അതിനെയാണ് മിനറൽ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ അയണിൻ്റെ മിനറൽ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറേറ്റ്. ഈ 3 മിനറലുകളാണ് അയണിന് മെയിനായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറേറ്റ്. അതിൽ തന്നെ അയൺ പൈറേറ്റിനെ വിളിക്കുന്നൊരു പേരുണ്ട്, ഫൂൾസ് ഗോൾഡ്. അതിന് കാരണം എന്തായിരിക്കും? അയൺ പൈറേറ്റിന് ഗോൾഡുമായിട്ട് നല്ല റിസംബ്ലൻസ് ഉണ്ട്. അതായത് ഗോൾഡ് ഇരിക്കുന്നത് യെല്ലോ കളറിൽ നല്ല ഷൈനി അപ്പിയറൻസ് ഒക്കെ ആയിട്ടാണ്. അതുപോലെ തന്നെ ഇരിക്കുന്ന ആളാണ് അയൺ പൈറേറ്റ്. അതുകൊണ്ടാണ് അയാൾ എന്ത് വിളിക്കുക? ഫൂൾസ് ഗോൾഡ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, മിനറൽ പലതുണ്ടെങ്കിലും എല്ലാവരും എന്താവില്ല? ഓറാവില്ല. ഓറാകാനായിട്ട് ചില ക്രൈറ്റീരിയൻസ് ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അയണിൻ്റെ അയണിന് 3 മിനറൽ ഉണ്ടെങ്കിലും അവരിൽ ആരൊക്കെയാണ് ഓറായിട്ട് മാറുക? അയണിൻ്റെ ഓറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹെമറ്റൈറ്റിനെയും മാഗ്നറ്റൈറ്റിനെയാണ്. ഇനി അതിൽ തന്നെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹെമറ്റൈറ്റ് എന്നുള്ള ഓറിനെയാണ്. അപ്പോൾ അയണിൻ്റെ ഓറ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അതിൽ തന്നെ അയണിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഹെമറ്റൈറ്റ് എന്നുള്ള ഓറിനെയാണ്. ഇനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് 3 ടേംസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഗ്യാങ്, രണ്ടാമത്തെ ടേം ഫ്ലക്സ്, മൂന്നാമത്തെ ടേം സ്ലാഗ്. അതിൽ ഗ്യാങ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അതായത് ഓറിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനൊക്കെ നമ്മൾ ജനറലായിട്ട് എന്ത് വിളിക്കും? ഗ്യാങ് എന്ന് വിളിക്കും അല്ലേ. ഓറിൽ എന്തൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ അവരെല്ലാം നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഗ്യാങ് എന്നാണ്. ഇനി ആരായിരിക്കും ഫ്ലക്സ്? ഫ്ലക്സ് എന്ന് പറയുന്ന ആൾ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട്, അതായത് പുറത്തു നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആളെയാണ് ഫ്ലക്സ് എന്ന് വിളിക്കുക. അപ്പോൾ എന്തായിരിക്കും ഫ്ലക്സിൻ്റെ യൂസ്? അതായത് ചില ഗ്യാങ് പാർട്ടിക്കിൾസിനെ നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാം. അതായത് നമ്മൾ പല ടെക്നിക്കുകൾ ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കും, ലെവിഗേഷൻ ഉപയോഗിക്കും, ലീച്ചിങ് ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിമൂവായി പോകുന്ന ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഇമ്പ്യൂരിറ്റീസും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഈസിലി റിമൂവ് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് എന്ത് വിളിക്കുക? ഫ്ലക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഫ്ലക്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ യൂസ് എന്താണ്? ചില ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ ഏതൊക്കെ ടെക്നിക്ക് ഉപയോഗിച്ചാലും റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ കൂടി റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്ത് നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ്. ഇനി ഈ ഫ്ലക്സിൻ്റെ പ്രത്യേകത, ഫ്ലക്സ് അസിഡിക് നേച്ചറും ഉണ്ട്, ബേസിക് നേച്ചറുള്ള ഫ്ലക്സും ഉണ്ട്. നമ്മുടെ ഗ്യാങ് പാർട്ടിക്കിൾ എന്ത് നേച്ചറാണോ അതിൻ്റെ ഓപ്പോസിറ്റ് നേച്ചറുള്ള ഫ്ലക്സാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ എനിക്ക് റിമൂവ് ചെയ്യേണ്ട ഇമ്പ്യൂരിറ്റിക്ക് അസിഡിക് നേച്ചർ ആണെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഫ്ലക്സ് എന്തായിരിക്കണം? ബേസിക് നേച്ചർ ഉള്ളതായിരിക്കണം. ഇനി എനിക്ക് റിമൂവ് ചെയ്യേണ്ട ഇമ്പ്യൂരിറ്റിക്ക് ബേസിക് നേച്ചർ ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട ഫ്ലക്സ് എന്തായിരിക്കണം? അസിഡിക് നേച്ചർ ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കണം എന്ന് ഓർത്തിരിക്കുക. ഇനി ഫ്ലക്സും ഗ്യാങ്ങും കൂടി ചേർന്ന് കഴിഞ്ഞാൽ, അതായത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇമ്പ്യൂരിറ്റിനെ നമ്മൾ ഗ്യാങ് എന്ന് വിളിക്കും. ആ ഗ്യാങ്ങിലേക്ക് ഫ്ലക്സ് ആഡ് ചെയ്തു. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? കെമിക്കൽ സബ്സ്റ്റൻസ്. കെമിക്കൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇമ്പ്യൂരിറ്റി ആയിട്ട് അയാൾ മാറും, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലായിട്ട് അയാൾ മാറും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ലാഗ്. അതായത് ഫ്ലക്സും ഗ്യാങ്ങും കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സ്ലാഗ്. അപ്പോൾ സ്ലാഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലാഗിനെ നമുക്ക് പെട്ടെന്ന് ഫ്യൂസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതായത് പെട്ടെന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ച് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അവസ്ഥയാണ് സ്ലാഗ് എന്ന് പറയുക. അപ്പോൾ ഗ്യാങ് എന്ന് പറയുന്നത് ജനറൽ ഇമ്പ്യൂരിറ്റി, ഫ്ലക്സ് എന്ന് പറയുന്നത് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണൽ
ഇൻറ്റേർണലി ആഡ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഫ്ലക്സ്. ഫ്ലക്സും ഗ്യാങ്ങും കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് സ്ലാഗ്. സ്ലാഗിൻ്റെ പ്രത്യേകത എന്താണ്? സ്ലാഗ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമ്പ്യൂരിറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. സ്ലാഗ് പെട്ടെന്ന് ഫ്യൂസ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഇമ്പ്യൂരിറ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന അയണിൻ്റെ ഓർ ഏതാണ്? ഹെമറ്റൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഹെമറ്റൈറ്റിൽ എന്തെങ്കിലും ലോ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വഴി റിമൂവ് ചെയ്യും? വാഷിംഗ് വഴി റിമൂവ് ചെയ്യും. അപ്പോൾ വാഷ് ചെയ്ത് എന്തെങ്കിലും ലോ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഹെമറ്റൈറ്റിൽ നിന്ന് നമ്മളതിനെ മാറ്റും. അതിനുശേഷം ഇത് അയണിൻ്റെ ഓറാണ് അല്ലേ. അയണിൻ്റെ ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ഏതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് അല്ലേ. മെറ്റലർജിക്ക് 3 സ്റ്റേജുകളാണ്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, രണ്ടാമത്തത് എക്സ്ട്രാക്ഷൻ, മൂന്നാമത്തെ പാർട്ടാണ് റിഫൈനിങ്. അതിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്നുള്ള ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ടെക്നിക്ക് വഴിയാണ്? എന്തെങ്കിലും ലോ ഡെൻസിറ്റി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ വാഷ് ചെയ്ത് കളയും. അതിനുശേഷം അയണിൻ്റെ ഓറായതുകൊണ്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതോടെ മെറ്റലർജിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ടെക്നിക്കാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിച്ചത്? അയൺ ആണ് അല്ലേ. അപ്പോൾ അയൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള ഓറാണ്. അതുകൊണ്ട് അവരിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കും. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് ഓർ. എക്സ്ട്രാക്ഷൻ ഓഫ് ഓറിന് 2 സ്റ്റെപ്പുകളുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് അയാളെ നമുക്ക് കാൽസിനേഷനോ റോസ്റ്റിങ്ങോ എന്നുള്ള ടെക്നിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓറിനെ അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഓറിനെ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻറ്റ് വരെ ഇൻ പ്രസൻസ് ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് റോസ്റ്റിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിൻ്റെ പ്രസൻസിൽ നമ്മൾ അയാളെ നന്നായിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കും. ഇവിടെ നമുക്ക് അതിനെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത് അയണിൻ്റെ ഒരു ഓക്സൈഡ് തന്നെയാണ്. അപ്പോൾ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അവിടെ എന്ത് മാറ്റമാണ് സംഭവിക്കുക? അതായത് റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ അയണിൻ്റെ ഓർ അതായത് ഹെമറ്റൈറ്റിൻ്റെ കൂടെ സൾഫർ, ആഴ്സനിക്, ഫോസ്ഫറസ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അവർ റിമൂവായി കിട്ടും. അതുപോലെ തന്നെ റോസ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഓറിൽ എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻറ്റ് പ്രസൻ്റ് ആണെങ്കിൽ അതുകൂടി റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റോസ്റ്റിംഗ് ഉപയോഗിക്കാം. അപ്പോൾ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊക്കെ റിമൂവ് ആവും? സൾഫർ, ആഴ്സനിക്, ഫോസ്ഫറസ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കേസിൽ റോസ്റ്റിംഗ് ഉപയോഗിക്കുക. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് കൂടെ റോസ്റ്റിംഗ് ചെയ്യുമ്പോൾ റിമൂവായി കിട്ടും. ഇനി റോസ്റ്റിംഗ് ചെയ്താലും അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നടത്തിയാലും ഒന്ന് റിമൂവായി പോവാത്തൊരു ഇമ്പ്യൂരിറ്റി ഇവിടെ പ്രസൻ്റ് ആണ്. അതാണ് സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ് എന്നുള്ള ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഗ്യാങ് പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? ഇനി നമ്മൾ എങ്ങനെ അയണിനെടുക്കും? റിഡക്ഷൻ എങ്ങനെ ചെയ്യും? ഏതാണ് റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കുന്നത്? അതെല്ലാം നമുക്കിനി നോക്കാം. അപ്പോൾ ഹെമറ്റൈറ്റിനെ നമ്മൾ റോസ്റ്റിംഗ് വഴി അവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫോമിൽ വെച്ചേക്കാണ്. ഇനി എങ്ങനെ ഹെമറ്റൈറ്റിനെ അയണാക്കി മാറ്റും? അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ബ്ലാസ്റ്റ് ഫർണസ്. അതായത് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിഡക്ഷൻ നടത്തി റിഫൈൻ ചെയ്ത അയണിനെ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഇമേജാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉൾഭാഗം സ്റ്റീലായിരിക്കും. ഇതിൻ്റെ പുറമേയുള്ള ഈ ഒരു ഭാഗത്തിൽ ഇഷ്ടിക കൊണ്ടുള്ള ചെറിയൊരു അറേഞ്ച്മെൻറ്റ്, ലൈനിങ് പോലൊരു ഭാഗം ഉണ്ടാകും. അപ്പോൾ ഉൾഭാഗം സ്റ്റീലും പുറമേയുള്ള ഭാഗത്ത് ഇഷ്ടികയുടെ ഒരു അറേഞ്ച്മെൻറ്റും ഉള്ള ഒരാളാണ് ബ്ലാസ്റ്റ് ഫർണസ്. ഈ ബ്ലാസ്റ്റ് ഫർണസിന് ഈ പേര് വരാൻ കാരണം നമ്മൾ ബോട്ടത്തിൽ നിന്ന് ഹോട്ടായിട്ടുള്ള എയറിൻ്റെ ഒരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ വളരെ തീവ്രത കൂടിയ അല്ലെങ്കിൽ വളരെ ചൂട് കൂടിയ എയറിൻ്റെ ഒരു പ്രവാഹത്തിനെയാണ് നമ്മൾ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് സപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഈ അറേഞ്ച്മെൻറ്റിന് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ടെക്നിക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം.
ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഏറ്റവും ടോപ്പിലെ ഭാഗം കണ്ടോ, ഈ ഭാഗത്ത് കൂടി നമ്മൾ ഹെമറ്റൈറ്റ് ആണ് നമ്മുടെ ഓറ് അല്ലേ, ഹെമറ്റൈറ്റിനെയും ഒപ്പം ലൈം സ്റ്റോണും കോക്കും, ലൈം സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല് എന്നൊക്കെ പറയുന്ന കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഒരു ഫോമാണ് കോക്ക്. അപ്പോൾ ലൈം സ്റ്റോൺ ചുണ്ണാമ്പ് കല്ലും കാർബണും ഹെമറ്റൈറ്റും കൂടിയ മിക്സ്ചറിനെ നമ്മൾ ഈ ഫർണസിൻ്റെ ഏറ്റവും ടോപ്പിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഫർണസിൻ്റെ ഉള്ളിൽ എന്ത് മാറ്റം സംഭവിക്കും എന്നുള്ളത് നോക്കാം. അതായത് ഫർണസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആരുണ്ട്, കോക്ക് ഉണ്ട് അല്ലേ, കാർബൺ ഉണ്ട്. ഈ കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്ന് ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ദെൻ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻ പ്രൊഡക്റ്റായിട്ട് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ എനിക്ക് എങ്ങനെ എഴുതാം, 2 കാർബൺ പ്ലസ് O2 ഗീവ്സ് 2 കാർബൺ മോണോക്സൈഡ്. അതായത് നമ്മൾ റിഡോക്സ് ഒക്കെ എഴുതാൻ പഠിച്ച പോലെ തന്നെ ഈ രണ്ട് ഇക്വേഷനെയും കൂടി ആഡ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള സെയിം ആൾക്കാരെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ ഞാൻ ഇങ്ങനെയായിരിക്കും എഴുതുക, 2 കാർബൺ പ്ലസ് O2 ഗീവ്സ് 2 കാർബൺ മോണോക്സൈഡ്. അപ്പോൾ അവിടെ ഉണ്ടായ പ്രൊഡക്റ്റ് ആരാണ്, കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ. അതിൻ്റെ ഒപ്പം ഹ്യൂജ് എമൗണ്ട് ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് കൂടുന്തോറും ഈ റിയാക്ഷൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക, അതായത് ഈ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം ഒരു ഗ്യാസാണ്. അപ്പോൾ ഈ ഗ്യാസ് മേളിലേക്ക് ഉയരുമ്പോൾ ആ മേൽഭാഗത്ത് ആര് വന്ന് വീഴുന്നുണ്ട്, ഹെമറ്റൈറ്റ്, അതായത് അയൺ വന്ന് വീഴുന്നുണ്ട്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് അയണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അയണിൻ്റെ റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ അയണിനെ റെഡ്യൂസ് ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്, കാർബൺ മോണോക്സൈഡാണ്. എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടായത്, കാർബണും ഓക്സിജനോട് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ആളാണ് കാർബൺ മോണോക്സൈഡ്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്ന ആളാണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് ആണ് അയണിൻ്റെ റിഡക്ഷനായിട്ട് സഹായിക്കുന്നത്. ഇനി അയണിൻ്റെ റിഡക്ഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹെമറ്റൈറ്റിൻ്റെ ഫോമിൽ എന്താണ്, Fe2O3. ഈ Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, അയണും കാർബൺ മോണോക്സൈഡും ഫോം ചെയ്യും. അതായത് അയൺ അവിടെ റിഡക്ഷൻ നടന്ന് കിട്ടി നമുക്ക്, അതായത് അയൺ എന്നുള്ള മെറ്റലിനെ മാത്രം അവിടെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ അയൺ ഹെമറ്റൈറ്റും കാർബൺ മോണോക്സൈഡും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അയണിൻ്റെ റിഡക്ഷൻ സംഭവിക്കും. ഇനി ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിൽ കാൽഷ്യം കാർബണേറ്റ്, അതായത് നമ്മുടെ ലൈം സ്റ്റോൺ എന്ന് പറയുന്നത്, ചുണ്ടാമ്പ് കല്ലെന്ന് പറയുന്ന ആളുണ്ട് അല്ലേ. അയാൾ ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾ റിയാക്ഷൻ അണ്ടർഗോ ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ആരൊക്കെയായിട്ട് മാറും, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. ഈ കാൽഷ്യം ഓക്സൈഡ് ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ് ഇവിടെ ഫ്ലക്സിൻ്റെ ആവശ്യകത, നമ്മൾ പറഞ്ഞു റിമൂവ് ചെയ്യാൻ പറ്റാത്തൊരു ഇമ്പ്യൂരിറ്റി ഇവിടെ ഉണ്ട്. ആരാണത്, സിലിക്കൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ സിലിക്കൺ ഡൈ ഓക്സൈഡിനെ കളയണമെങ്കിൽ ആരുടെ ആവശ്യമുണ്ട്, ഫ്ലക്സിൻ്റെ ആവശ്യമുണ്ട്. ആ ഫ്ലക്സാണ് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത്, കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡായിട്ട് മാറുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫ്ലക്സിനെ അവിടെ കിട്ടി. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫ്ലക്സ് ഏതാണ്, കാൽഷ്യം ഓക്സൈഡ് ആണ് ഇവിടെ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഫ്ലക്സ് സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാങ് പാർട്ടിക്കിളുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്ത് ഫോം ചെയ്യും, കാൽഷ്യം സിലിക്കേറ്റ് എന്നുള്ള സ്ലാഗ് ഫോം ചെയ്യും. കാരണം ഫ്ലക്സും ഗ്യാങ്ങും കൂടി റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യുന്ന ആളാരാണ്, സ്ലാഗാണ് അല്ലേ. അപ്പോൾ കാൽഷ്യം ഓക്സൈഡ് ഇവിടെ ഫ്ലക്സ് ആണ്, സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഗ്യാങ് പാർട്ടിക്കിൾ. ഈ ഫ്ലക്സും ഗ്യാങ്ങും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും, കാൽഷ്യം സിലിക്കേറ്റ് എന്നുള്ള സ്ലാഗ് ഫോം ചെയ്യും. ഈ സ്ലാഗിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ആളാണ് സ്ലാഗ് അല്ലേ. അപ്പോൾ സ്ലാഗ് പെട്ടെന്ന് ഫ്യൂസ് ചെയ്ത് ഈ ബോട്ടം ഭാഗത്ത് ആദ്യമേ തന്നെ വന്ന് വീഴും. അതിൻ്റെയും താഴെ ആയിരിക്കും ആര് കിടക്കുക, മോൾട്ടൻ സ്റ്റേറ്റിലുള്ള അയൺ കിടക്കുക. അപ്പോൾ സ്ലാഗ് ഈ ഹീറ്റിൽ അങ്ങ് ഫ്യൂസ് ചെയ്ത് വേറൊരു കണ്ടെയ്നറിൽ നമ്മൾ കളക്ട് ചെയ്യും. അതുപോലെ തന്നെ മോൾട്ടൻ അയണിന് നമ്മൾ വേറൊരു ബീക്കറിൽ കൊണ്ടുവന്ന് കളക്ട് ചെയ്യും. അപ്പോൾ സ്ലാഗ് ഫ്യൂസ് ചെയ്ത് മോൾട്ടൻ ആയിട്ടുള്ള അയണിൻ്റെ മുകളിൽ വന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അയാളെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കും. അതാണ് ഇവിടെ നടക്കുന്ന ടെക്നിക്ക്. അപ്പോൾ ജനറലായിട്ട് ഈ ഇമേജ് വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും,
അതായത് ഇതാണ് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉൾഭാഗം എന്താണ്? സ്റ്റീലാണ്. അതിൻ്റെ പുറം ഭാഗത്ത് ഇഷ്ടിക കൊണ്ടുള്ള അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ കൂടി നമ്മൾ ഹെമറ്റൈറ്റിൻ്റെയും ലൈം സ്റ്റോണിൻ്റെയും കോക്കിൻ്റെയും മിക്സ്ചറിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഈ കാർബൺ, കോക്കും നമ്മുടെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും. ഈ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ആയതുകൊണ്ട് അയാൾ മേളിലേക്ക് ഉയർന്ന് ഹെമറ്റൈറ്റിലുള്ള അയണിനെ റിഡക്ഷൻ നടത്തി പ്യുവർ അല്ലെങ്കിൽ അയൺ ആയിട്ട് നമുക്ക് മാറ്റിത്തരും. ഇനി കാൽഷ്യം കാർബണേറ്റ്, അതായത് ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല് എന്നുള്ള അവിടെ ഡീകമ്പോസ് ചെയ്ത് നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. ഈ കാൽഷ്യം ഓക്സൈഡ് ഒരു ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തിനാണ് നമ്മളവിടെ ഫ്ലക്സ് ഉപയോഗിക്കുന്നത്? നമുക്കൊരു ഗ്യാങ് പാർട്ടിക്കിൾ ഉണ്ട്, അതായത് സിലിക്കൺ ഡൈ ഓക്സൈഡ്, അതിനെ റിമൂവ് ചെയ്യാനായിട്ട് ഒരു ടെക്നിക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലക്സ് വന്ന് എന്ത് ചെയ്യും? സിലിക്കൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം സിലിക്കേറ്റ് എന്നുള്ള സ്ലാഗ് ഫോം ചെയ്യും. ഈ സ്ലാഗ് ഈ മോൾട്ടൺ അയണിൻ്റെ മേളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. നമ്മളവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട്. ആ വാൽവിൽ കൂടി മെൽറ്റ് ചെയ്യിപ്പിച്ച് സ്ലാഗിനെ നമ്മൾ റിമൂവ് ചെയ്യും. ഏറ്റവും താഴത്തെ വാൽവിൽ കൂടി മോൾട്ടൺ അയണിനെയും നമ്മൾ കളക്ട് ചെയ്യും. ഇതാണ് പ്രൊഡക്ഷൻ ഓഫ് അയണിൻ്റെ ടെക്നിക്ക്. ഇനി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന മോൾട്ടൺ അയൺ, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മോൾട്ടൺ അയണിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ. എന്തുകൊണ്ടാണ് ഇയാളെ പിഗ് അയൺ വിളിക്കാൻ കാരണം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ 4% കാർബണും പിന്നെ ചില മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് പോലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന മോൾട്ടൺ അയണിനെ വിളിക്കുന്ന പേരെന്താണ്? പിഗ് അയൺ എന്നാണ്. ഇനി കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ഒരാളും കൂടിയുണ്ട്. അതായത് പിഗ് അയണിനെ നമ്മൾ വീണ്ടും എടുത്ത് ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉരുക്കി അതിൽ നിന്നുണ്ടാക്കുന്ന ആളെയാണ് കാസ്റ്റ് അയൺ എന്ന് വിളിക്കുക. അപ്പോൾ കാസ്റ്റ് അയൺ ആരാണ്? പിഗ് അയണിനെ വീണ്ടും ഉരുക്കിയാൽ കിട്ടുന്ന ആളാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിൽ ഏകദേശം എബവ് 90% എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു 96% അയൺ ആയിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കാസ്റ്റ് അയൺ. അപ്പോൾ പിഗ് അയൺ എന്താണ്? നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന മോൾട്ടൺ സ്റ്റേറ്റിലുള്ള, അതായത് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് മോൾട്ടൺ സ്റ്റേറ്റിൽ കിട്ടുന്ന അയണിനെ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ എന്നാണ്. അതിൻ്റെ ഉള്ളിൽ അയൺ കൂടാതെ 4% കാർബണും ഒപ്പം മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് പോലെയുള്ള ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. ഇതിനെടുത്ത് ഈ പിഗ് അയണിനെടുത്ത് വീണ്ടും ഉരുക്കി ഉണ്ടാക്കുന്ന ആളെയാണ് നമ്മൾ കാസ്റ്റ് അയൺ എന്ന് വിളിക്കുക. ഇനി ഈ ഓവറോൾ റിയാക്ഷൻ്റെ ഒരു ടേബിളാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് പെട്ടെന്ന് ഹിൻറ്റുകൾ വെച്ച് ഓർക്കാനായിട്ടുള്ള ഒരു ടേബിൾ. അതായത് പ്രൊഡക്ഷൻ ഓഫ് അയണിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളും അവിടെ നടക്കുന്ന റിയാക്ഷൻസൊക്കെ ഈ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ഓർ ഓഫ് അയൺ, നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് അയണിന് ഉപയോഗിക്കുന്ന ഓർ ഏതാണ്? ഹെമറ്റൈറ്റ് ആണ്. റോ മെറ്റീരിയലായിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ടോപ്പിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തത് ആരൊക്കെയാണ്? ഹെമറ്റൈറ്റ്, കോക്ക്, ലൈം സ്റ്റോൺ അല്ലേ? ഹെമറ്റൈറ്റ്, കാർബൺ, ഒപ്പം ചുണ്ണാമ്പ് കല്ല്. ഇനി അവിടെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് മാറിയത് ആരാണ്? നമുക്ക് ഓർമ്മയുണ്ട്, കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ? കോക്ക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്തു. അതാണ് അവിടെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക. ഇനി റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഗ്യാങ് പാർട്ടിക്കിൾ ഏതാണ് ഉള്ളത് അവിടെ? സിലിക്കൺ ഡൈ ഓക്സൈഡാണ്. അതിനു വേണ്ടി അവരെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലക്സിനെ വിളിക്കുന്ന പേരെന്താണ്? കാൽഷ്യം ഓക്സൈഡ്, ലൈം എന്ന് വിളിക്കും കേട്ടോ. കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ലൈം. ഇനി സ്ലാഗ് എന്താണ്? ഈ ഗ്യാങ്ങും ഫ്ലക്സും കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന ആളെയാണ് സ്ലാഗ് എന്ന് പറയുക. അതായത് ലൈമും സിലിക്കൺ ഡൈ ഓക്സൈഡും കൂടി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന കാൽഷ്യം സിലിക്കേറ്റിനെയാണ് എന്ത് വിളിക്കുക? സ്ലാഗ് എന്ന് വിളിക്കുക. ഇനി സ്ലാഗ് ഫോം ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഗീവ്സ് കാൽഷ്യം സിലിക്കേറ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയണിനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് ഈ ടേബിൾ നമുക്ക് ഉപകരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ ഓഫ് അയണിൻ്റെ കേസിൽ ഉള്ളത്. ഓർക്കേണ്ടത് ഹെമറ്റൈറ്റ് ആണ് അയണിൻ്റെ ഓറ്. അതിനെ നമ്മൾ കുറച്ച് റോ മെറ്റീരിയൽസും അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്തായിട്ട് മാറ്റും? അയണായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കും. അതിനെയാണ് പ്രൊഡക്ഷൻ ഓഫ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്ന് വിളിക്കുക.